ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 7. ജീവിതത്തിൽ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ലഭിക്കുക എന്നതിൽ കവിഞ്ഞിട്ട് ആർക്കും ഒന്നും വേണ്ടതില്ല. അത് മൂന്നും ഭക്തി കൊണ്ട് തന്നെ സിദ്ധിക്കുകയും ചെയ്യും. അതിനാൽ ആ ഭക്തിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുതന്നെ എൻ്റെ രോഗക്ലേശങ്ങളെ മാറ്റിക്കൊള്ളും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കവിയുടെ പ്രാർത്ഥന. ഇതിൽ ഭക്തിക്ക് പരിപൂർണ ബലം കൈവന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ലേശങ്ങളെല്ലാം അകറ്റിയിട്ട് കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിൽ താല്പര്യമുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു 7ാമത്തെ ശ്ലോകത്തിൽ. വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിദോ ഭവന്മൂർത്യാലോകേ നയനമദ തേ പാദതുളസി പരിഘ്രാണീഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ. വിദൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തോ കരം അഭിജ തേ പൂജനവിദോ ഭവന്മൂർത്യാലോകേ നയനം അതതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം അഭിദേ ചാരുചരിതേ. വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിദോ ഭവന്മൂർത്യാലോകേ നയനമദതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ. ക്ലേശാൻ വിദൂയമേ, രോഗങ്ങൾ മാറ്റി എൻ്റെ ചരണയുഗ്മം 2 കാലിനും ഭവക്ഷേത്രപ്രാപ്തോ നിന്ദ്രയോടിയുടെ ക്ഷേത്രത്തിൽ എത്താനും കരം തേ പൂജനവിദോ അഭിജ കയ്യിന് നിന്ദ്രയോടിയുടെ പൂജ ചെയ്യാനും നയനം ഭവന്മൂർത്യാലോകെ കണ്ണിന് നിന്ദ്രയോടിയുടെ തിരുവുടൽ കാണാനും അത ക്രാണം തേ പിന്നെ മൂക്കിന് തേ നിന്ദ്രവടിയുടെ പാദതുളസി പരിഘ്രാണെ പാദത്തിലെ തുളസിയുടെ പരിമളം നുകരാനും ശ്രവണം തേ കാതിന് നിന്ദ്രവടിയുടെ ചാരുചരിതേ അഭി മധുര കഥ കേൾക്കുവാനും ധൃതരസം ഗുരു ഉത്സാഹമുണ്ടാക്കി തരണേ. അതായത് രോഗങ്ങളൊക്കെ മാറ്റിയിട്ട് എൻ്റെ 2 കാലിനും നിന്ദ്രവടിയുടെ ക്ഷേത്രത്തിലെത്താനും കയ്യിന് നിന്ദ്രവടിയുടെ പൂജ ചെയ്യാനും കണ്ണിന് നിന്ദ്രവടിയുടെ തിരുവുടൽ കാണുവാനും പിന്നെ മൂക്കിന് നിന്ദ്രവടിയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ പരിമളം നുകരാനും കാതിന് നിന്ദ്രവടിയുടെ മധുര കഥ കേൾക്കാനും ഉത്സാഹം ഉണ്ടാക്കി തരണേ. കയ്യ് കാല് എന്ന കർമ്മേന്ദ്രിയങ്ങൾക്കും കണ്ണ് കാത് മൂക്ക് എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാന്റെ നേരെ താല്പര്യം ജനിപ്പിച്ചു തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. വാക്ക് എന്ന കർമ്മേന്ദ്രിയത്തിന് ഭഗവത്ഗുണ കഥാകഥനത്തിൽ താല്പര്യം ഉണ്ടാക്കണമേ എന്ന പ്രാർത്ഥനയും അർത്ഥസിദ്ധമാണ്. കഥയന്തോ ഗുണകഥാഹ എന്ന് ആദ്യമേ ഭക്തലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം എന്നിങ്ങനെ 5 വിധം ഭക്തിയുടെ പ്രാർത്ഥന ഇതിലുള്ളതായിട്ട് കാണുന്നു. വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിദോ ഭവന്മൂർത്യാലോകേ നയനമദതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ. വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിദോ ഭവന്മൂർത്യാലോകേ നയനമദതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ. വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരമഭിജതേ പൂജനവിദോ ഭവന്മൂർത്യാലോകേ നയനമദതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിദേ ചാരുചരിതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.